Hello and welcome to Nightout Talkies. ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് നയനയാണ്. How would you introduce yourself? That's a very... It's a very tricky subject. So I'll let you do the... So, ഞാൻ Nayana. So, I am based out of Trivandrum, but I can't call myself a Trivandrumite now because I've been in Bangalore for over 11 years. Okay. So, it's a mix of love for Trivandrum and Bangalore. I got different in the ആളാണ്. അപ്പം I've been in the field of content creation for over like 6-7 years now. Okay. So started with YouTube. Okay. Eventually, obviously, Instagram and obviously it's easier there to get more reach. Angane Instagram live, and I've been doing work on sustainability and veganism for the last 6 to 7 years now. Okay. Going back to the roots, what is your background? Yeah, so I am actually an architect by degree, but I've stopped practicing architecture long ago. അപ്പം എനിക്ക് ആക്ച്വലി ഞാൻ ആർക്കിടെക്ചർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് സസ്റ്റൈനബിലിറ്റിയിലായിരുന്നു ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് ഉണ്ട്, ലോറി ബേക്കർ. സോ ഹീ വാസ് മൈ ഇൻസ്പിറേഷൻ. അങ്ങനെയാണ് ഞാൻ ആർക്കിടെക്ചറിൽ പോയത് തന്നെ. പക്ഷെ ഞാൻ ഇറങ്ങിയ കാലത്ത് അത്രയും ഓപ്ഷൻസ് ഇല്ല, സസ്റ്റൈനബിൾ ആർക്കിടെക്ചറൽ ഫേംസ് ഒരുപാടില്ല. അപ്പൊ അവസാനം യു ഹാഡ് ടു ജോയിൻ ലൈക്ക് നോർമൽ ആർക്കിടെക്ചറൽ ഫേംസ്. അത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ആൻഡ് ഒരു വർക്ക് ബ്രേക്കിന്റെ ഇടയിലാണ് ഞാൻ ഈ യൂട്യൂബ് ഡിസ്കവർ ചെയ്തത്. കുറെ ഇനീഷ്യൽ ഇന്ത്യൻ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നല്ലോ. സോ അത് വെച്ചിട്ട് ഇങ്ങനെ I actually started with music. Okay. So I'm an average singer. I'm not a great singer, average singer. അപ്പൊ അന്നിങ്ങനെ ചുമ്മാ പാട്ടൊക്കെ കേൾക്കാന്ന് വെച്ച് അങ്ങനെ ഇട്ട് തുടങ്ങി. പിന്നെ മനസ്സിലായി നമ്മൾ അത്രയില്ല, വെറുതെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയും ബട്ട് ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ വീഡിയോ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ മാറി മാറി ആ സമയത്ത് പിന്നെ മേക്കപ്പ്, ഫാഷൻ. പിന്നെ മനസ്സിലായി എനിക്കൊന്നും മേക്കപ്പ് ഒന്നും പറ്റുന്ന കാര്യമല്ല, എന്നെ കൊണ്ട് താല്പര്യമുള്ളതല്ല, പോസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ ദെൻ ഇവൻച്വലി ഐ വാസ് തിങ്കിങ് ഓഫ് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് റിയലി മോട്ടിവേറ്റ്സ് മീ, ആൻഡ് ദാറ്റ് ബ്രോട്ട് മീ ബാക്ക് ടു സസ്റ്റൈനബിലിറ്റി ബട്ട് ഔട്ട്സൈഡ് ഓഫ് ആർക്കിടെക്ചർ. അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇല്ലായിരുന്നു, ഇന്ത്യ ബേസ്ഡ്. കുറെ UK US ബേസ്ഡ് ഉണ്ടായിരുന്നു, ബട്ട് ഇന്ത്യയിൽ യൂട്യൂബേഴ്സ് ആയിട്ട് ആരും ഇല്ലായിരുന്നു. സോ ഐ ലൈക്ക് ഓക്കെ, ലെറ്റ് മീ ട്രൈ ആൻഡ് സ്റ്റാർട്ട് ദിസ് ഫോർ നമ്മുടെ കൾച്ചറിന്റെ എന്താ ഓൾറെഡി ഉള്ളത് വെച്ചിട്ട് വൈ കാൻ വി ബ്രിങ് ഇറ്റ് ബാക്ക്. ആ രീതിയിലാണ് ഐ സ്റ്റാർട്ടഡ് സസ്റ്റൈനബിലിറ്റി യൂട്യൂബർ ആയിട്ട്. സോ നൗ യൂട്യൂബിൽ ഞാൻ കുറവാണ്. For a person who doesn't know sustainability, in simple terms, sustainability എന്താണ്? സോ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഒരു വലിയ ബ്രോഡ് ടേം ആണ്. കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവാം. പക്ഷെ ഇപ്പം നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ നോക്കിയാൽ നമ്മളിപ്പോൾ കാണുന്നു ഡൽഹി, ബോംബെ, എല്ലായിടത്തും ദ എയർ ക്വാളിറ്റി ഈസ് ഹൊറബിൾ. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, പക്ഷെ നമ്മളത് ഗ്രാജുവൽ ആയിട്ട് മനസ്സിലാക്കുന്നില്ല അതിൻ്റെ ഏർജൻസി. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കും അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്, ആസ് എ ഇൻഡിവിജ്വൽ നമ്മൾ എന്ത് ചെയ്യാനാണ്, നമ്മൾ ചെയ്തിട്ട് എന്തിപ്പോൾ നടക്കാനാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരുമാണ് ഈ ഫുൾ സൊസൈറ്റി ഉണ്ടാക്കുന്നത്. ആൻഡ് നമ്മുടെ സൊസൈറ്റിയാണ് പ്രശ്നങ്ങളിലേക്ക് പോകാനോ മാറാനോ ചാൻസ് നമുക്ക് തരാൻ പറ്റുന്നത്. ആൻഡ് നമ്മൾ ഓരോരുത്തരും നമുക്ക് പറ്റുന്ന വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സ്മോൾ തിങ്സ് ദാറ്റ് യു കെൻ ഡു ടു സ്റ്റോപ്പ് എന്താ പറയുക ലീഡിങ് ടു ആവശ്യമില്ലാത്ത വേസ്റ്റ്, ആവശ്യമില്ലാത്ത കൺസംഷൻ. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഗ്ലോബലി ഇറ്റ്സ് ഹൈലി ഓവർ കൺസംഷൻ്റെ ഒരു കാലമാണ് ഇപ്പൊ. എല്ലാം എസ്പെഷ്യലി ഇന്ത്യയിൽ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ഒരു 5 മിനിറ്റ് സാധനം കിട്ടും. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എനിക്കെന്താ എനിക്കിന്നൊരു മൊബൈൽ വേണം, ഞാൻ 5 മിനിറ്റ് മേടിച്ചു. അതൊരു ഭയങ്കര പ്രൈഡ് ആയിട്ടാണ് ആൾക്കാർ പറയുന്നത്, വിത്തൗട്ട് തിങ്കിങ് അതിന്റെ ആവശ്യമുണ്ടോ എനിക്ക്. ഒരു 5 മിനിറ്റിൽ ഇപ്പൊ ഈ ഫോൺ കിട്ടിയിട്ട് എന്താണ് എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം. ഇന്ന് പീപ്പിൾ ആർ ഫൊർഗെറ്റിംഗ് ദ ബേസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ്. നമ്മളിപ്പോൾ പണ്ടൊക്കെ നാട്ടിൽ നോക്കിയാൽ തന്നെ നമുക്ക് പണ്ട് തൊട്ടേ ഉള്ള കുറെ കുഞ്ഞു കടകൾ എല്ലാവർക്കും അറിയുന്നവര്. എപ്പോഴും നമ്മൾ അവിടെ പോയി, നമ്മുടെ അച്ഛനമ്മമാർ അവിടെ പോയി അവരോട് സംസാരിക്കുന്നു, അവിടുന്ന് സാധനം മേടിക്കുന്നു. ഇന്ന് നമുക്ക് ചോദിച്ചാൽ നമ്മുടെ ജനറേഷൻ എസ്പെഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരെയും അറിയില്ല. കാരണം എല്ലാം ഇങ്ങനെ വീട്ടിന്റെ ഡോർ സ്റ്റെപ്പിൽ കിട്ടുന്നു. അപ്പൊ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുന്നു, പുറത്ത് പോകുന്നത് കുറയുന്നു, നടക്കുന്നത് കുറയുന്നു. ഞാനിപ്പോ ആരോടെങ്കിലും ചോദിക്കുമ്പോ നമുക്ക് അവിടെ വരെ നടന്നു പോയി, നടക്കാനോ എന്തിന്, ഡെലിവറി കിട്ടില്ലേ, ഒരു 100 meters നടക്കാൻ ആൾക്കാർക്ക് ഇപ്പൊ മടിയാവുകയാണ്. ആൻഡ് ഓൾ ദാറ്റ് ഈസ് ലീഡിങ് ടു നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ്,
പുറത്തുള്ള ക്ലൈമറ്റ് പ്രോബ്ലംസ്, വേസ്റ്റ് പ്രോബ്ലംസ്, നമ്മളിതെല്ലാം കാണുന്നു. പക്ഷെ നമ്മൾ ഇഗ്നോറൻസിൽ ജീവിക്കുകയാണ് ഒരുപാട് ആൾക്കാർ. ആൻഡ് ഐ ഓണസ്റ്റ്ലി envy them, those who are living with that ignorance, because it gives them that peace of mind. നടക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷെ ഈ ഇഗ്നോറൻസ് മാറുമ്പോൾ, ആ ബബിൾ ബ്രേക്ക് ചെയ്യുമ്പോൾ കാണുന്ന റിയാലിറ്റി then gives you that ആങ്സൈറ്റി, ദാറ്റ് എവിടെയാണ് നമ്മുടെ ഈ നാട് പോകുന്നത്, എവിടേക്കാണ് ഈ വേൾഡ് പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഐ എം എ ചൈൽഡ് ഫ്രീ വുമൺ. ഐ ചോസ് ടു ബി ചൈൽഡ് ഫ്രീ ബിക്കോസ് ഐ എം സ്കേർഡ് ഓഫ് ബ്രിങ്ങിങ് അനദർ ചൈൽഡ് ഇൻ ടു ദിസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ചെയ്യുന്നത് എനിക്ക് കൊച്ചില്ലെങ്കിലും ബാക്കി പിള്ളേർക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ. കാരണം അവരുടെ ഫ്യൂച്ചറാണ് കഷ്ടപ്പെടാൻ പോകുന്നത്. നമ്മൾ മേ ബി നമ്മുടെ ജനറേഷൻ ജീവിച്ചങ്ങ് എൻഡ് ചെയ്യും, നോട്ട് വെരി ഹാപ്പിലി, ബട്ട് വി വിൽ എങ്ങനെയെങ്കിലും ഒക്കെ എൻഡ് ചെയ്യും. പക്ഷെ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ ഈ പ്രായം അവരെത്തുമ്പം എന്തൊക്കെ ഫേസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ തന്നെ കാണുന്നു ക്ലൈമറ്റ്. നമുക്കിവിടെ ഫ്ലഡ് വന്നു 2018. അത് വന്നിട്ട് ആൾക്കാർ അതേപടി അത് മറന്നു. അത് വന്നു, എന്തുമാത്രം ബുദ്ധിമുട്ടായി നമ്മൾ അന്ന് കണ്ടു. ഐ തിങ്ക് ദർ ആർ വൈറൽ ഫോട്ടോസ് ഓഫ് ബ്രിഡ്ജിൽ മൊത്തം പ്ലാസ്റ്റിക് വേസ്റ്റ് ഇരിക്കുന്നതിന്റെ വൈറൽ ഫോട്ടോസ്. അതൊക്കെ മറന്നു. ഇത്രയും വർഷം കഴിഞ്ഞു. പക്ഷെ ആ ഒരു എന്തുകൊണ്ട് നടന്നു, നമ്മൾ കാരണമാണ് അത് നടന്നത്. അതെല്ലാം മറക്കുന്നു. അപ്പം അതിനെയൊക്കെ ഒന്ന് ഓർമ്മിച്ച് നമുക്ക് പറ്റുന്ന എല്ലാവരും ചെയ്യണമെന്ന് പറയില്ല. അപ്പം ഞാൻ ചെയ്യുമായിരിക്കും കൂടുതൽ, മോർ ദൻ മോസ്റ്റ് പീപ്പിൾ. ബട്ട് എല്ലാവരോടും ഞാൻ അത് പറയില്ല. ബട്ട് പറ്റുന്ന മിനിമം ചെയ്യുക. എന്തായിരുന്നു സോഷ്യൽ മീഡിയ ജേർണി? ലൈക്ക് ആദ്യം സസ്റ്റൈനബിലിറ്റീനെ പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഉള്ള കോണ്ടന്റ്, ഇപ്പോൾ ചെയ്യുന്ന കോണ്ടന്റിലും എന്തായിരുന്നു ആ ഗ്രോത്ത് പാറ്റേൺ? ആദ്യമേ ഓബ്വിയസ്ലി ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കുറച്ച് വറി ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് ആൾക്കാർ ഇത് റിസീവ് ചെയ്യുക, കാരണം ഒരു ഇത്രയും ഡിഫറെൻറ്റ് ടോപ്പിക്. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ദിസ് വാസ് ബാക്ക് ഇൻ 2019. അന്നൊക്കെ എല്ലാവരും ലൈഫ് സ്റ്റൈൽ, ബ്യൂട്ടി, ഫാഷൻ ഇതൊക്കെയായിരുന്നു പോപ്പുലർ, എസ്പെഷ്യലി പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ. അപ്പം ദിസ് വാസ് എ വെരി ന്യൂ ടോപ്പിക് ആൻഡ് പ്രീച്ചി ടോപ്പിക്, കുറച്ച് പ്രീച്ചി എഡ്യൂക്കേഷണൽ ടോപ്പിക്കാണ്. അപ്പം എനിക്ക് വെറി ആയിരുന്നു ആൾക്കാർ എങ്ങനെ എടുക്കുന്നു. ബട്ട് ഐ വാസ് വെരി സർപ്രൈസ് ദാറ്റ് പീപ്പിൾ വെർ വെരി ലൈക്ക്, ഓ ഇതൊക്കെ ശരിക്കും നമുക്ക് ഉള്ളതല്ലേ, ശരിക്കും ഇത്. ആൻഡ് എ ലോട്ട് ഓഫ് ദ ഓൾഡർ ജനറേഷൻ സ്റ്റാർട്ടഡ് അപ്രീഷിയേറ്റിംഗ്. ഓ നിങ്ങളുടെ ജനറേഷനിൽ ഇതൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ വിചാരിച്ചു നിങ്ങളൊന്നും ഇതൊന്നും കെയർ ചെയ്യില്ല. അപ്പം അവരുടെ ജനറേഷൻ അത് കാണുമ്പോൾ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ആൻഡ് സ്ലോലി ആൾക്കാർ സ്റ്റാർട്ടഡ് റെസനേറ്റിംഗ്. ഇറ്റ് വാസ് എ ഫാസ്റ്റ് ജേർണി അല്ലായിരുന്നു. ഒരിക്കലും ഞാൻ പറയില്ല ക്വിക്ക്ലി വൈറലായ ജേർണി അല്ല. viral videos ഉണ്ട് which has helped me grow, but it was never a fast growth. Slow consistent growth ആയിരുന്നു. 2019 ഒരു എത്രയോ ഒരു 2000-3000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നതിന് പതുക്കെ 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 ഓരോ വീഡിയോസ്. ആൻഡ് എൻ്റെ ഇത് വൈറലായത് തന്നെ ഇവിടെ നാട്ടിലുള്ളൊരു വീഡിയോ ഭയങ്കര വൈറലായിട്ടാണ് എൻ്റെ പേജ് അങ്ങ് വൈറലായത്. ഇവിടെയുള്ള ഇതൊരു കഫേയിൽ പോയി എൻ്റെ അച്ഛൻ ഈ ഡബ്ബയിലേക്ക് ആക്കുന്ന ഒരു വീഡിയോ, ഞാൻ പോലും വിചാരിച്ചില്ല അത് ഇത്ര വൈറലാവുന്നു. അതങ്ങ് വൈറലായി വലിയ മറ്റേ മീഡിയ പബ്ലിക്കേഷൻസ് എടുത്ത് ഇടുന്നു. അവരിങ്ങനെ പറയുന്നു ഫാദർ ഡസ് ഓൾ ദിസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അതങ്ങ് വൈറലായി. അത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എൻ്റെ അച്ഛൻ ഉള്ളതിൽ കുറവ് സസ്റ്റൈനബിലിറ്റിയുടെ ആളാണ്. പക്ഷെ അച്ഛൻ അത് എന്തോ റെസനേറ്റ് ചെയ്തു ആൾക്കാർക്ക്. ഒരു ഫാദർ ഫിഗർ ഇത് ചെയ്യുന്നു ഇത്ര ഇതായിട്ട്. അതിന് ഒബ്വിയസ്ലി നെഗറ്റീവ് സൈഡും വന്നു. പക്ഷെ കൂടുതൽ ആൾക്കാർ ഇത് കൊള്ളാമല്ലോ, ഇത് നല്ല ഐഡിയ ആണല്ലോ, ഒരു പുതിയ ഐഡിയ ആണല്ലോ. സോ ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാർട്ടഡ് ഫോളോയിങ് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഫോർ മീ അത് കുറെ നാളായിട്ട് എൻ്റെ റൂട്ടീനായിരുന്നു. പക്ഷെ സംതിങ് ഇൻ ദാറ്റ് വീഡിയോ എന്തോ ക്ലിക്ക് ചെയ്തു. അങ്ങനെ ക്ലിക്ക് ചെയ്തു. ഇറ്റ് ബിക്കെയിം എ ബിഗ് വൈറൽ വീഡിയോ. ആൻഡ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അവിടെ ഇവിടെയും ഇതുപോലെ വന്ന് ഹാസ് ഹെൽപ് മീ ഗ്രോ. ബട്ട് ഓവർ ടൈം ഐ ഹവ് റിയലൈസ്ഡ് ഐ ഹാവ് ഗെയിൻ ദ കറേജ് ടു സ്പീക്ക് അബൌട്ട് ടോപ്പിക്സ് വിച്ച് ആർ വെരി ക്വസ്റ്റ്യൻ മാർക്ക് ആൾക്കാർ ചോദിക്കുന്ന, എന്താ പറയുക, കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള. ഇതിന് സസ്റ്റൈനബിലിറ്റി ആണെങ്കിലും കുറച്ച് പൊളിറ്റിക്കൽ. ഐ സ്പീക്ക് അഗൈൻസ്റ്റ് ഫയർ വർക്ക്സ് ദിവാലിയുടെ സമയത്ത്. അപ്പൊ എനിക്ക് ഒരുപാട് കിട്ടും, ഹെയ്റ്റ് ഒരുപാട് വരും. തൊലിക്കട്ടി വേണം. അതില്ലാതെ സോഷ്യൽ മീഡിയയിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം you will get burnt out very fast. You will have a lot of trolls attack you, attack your character, your family, people around you, and they will attack you and make you pull you down. And it will be a lie if you say it doesn't affect you. Of course you are a human. Of course even if you know that these are haters, വേറെ പണിയില്ല, ഒരു ജോലി ഇല്ലാതെ വെറുതെ ഇരുന്ന് ചെയ്യുന്ന പണിയാണിത്, നമുക്കറിയാം. എന്നാലും കുറേ വരുമ്പോൾ ആ വോളിയം കൂടുമ്പോൾ നമുക്കത് എഫക്റ്റ് ആവും. സോ ഇറ്റ് ഈസ്
not easy. Yeah. And but again ഈ പറഞ്ഞ I always feel like whenever there is injustice I feel like I need to speak up. കാരണം ഇത്രയും ഒരു ഫോളോവേഴ്സ് വരുമ്പം I feel it's a responsibility of anyone, any creator, any celebrity, when they have so much of എന്താ പറയുന്ന eyeballs on them. I feel it's important to put your stance but in a very decent way. I will always tell people, if you're starting on social media, you need to have a lot of guts. Guts വേണം. And എളുപ്പമാണെന്ന് പറഞ്ഞു, കാരണം പീപ്പിൾ സീ വൈറൽ വീഡിയോസ്, ഒരാൾ ഒരു 1000 ഫോളോവേഴ്സിന്ന് 100,000 in like 1 month. അത് നടക്കുന്ന വളരെ റെയർ ആണ്. 1 in a million കേസസിലാണ് അങ്ങനെയൊക്കെ നടക്കുന്നത്. People only see that and they want that, but they don't see the number of years it took for normal people to grow slowly, consistently. അപ്പോൾ അത് കാണാത്തപ്പം കുറച്ച് നാൾ ചെയ്തിട്ട് ഒന്നും വരാതാകുമ്പോൾ പീപ്പിൾ ലൈക്ക്, ഓ ഇതെനിക്ക് പറ്റുന്നതല്ല. സോ ഐ കീപ് ടെല്ലിംഗ് ദം, ബി ഷുവർ, ഡോണ്ട് ഡു ദിസ് ഫോർ മണി. എവ്രിബഡി സ്റ്റാർട്ട്സ് ഇറ്റ് ഫോർ മണി. നമുക്ക് എല്ലാവർക്കും മണി വേണം, അത് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് എത്താൻ കുറേ നാളെടുക്കും, ഒരുപാട് ടൈം എടുക്കും. അപ്പം അത്രയും നാളും കൺസിസ്റ്റന്റ്ലി ഇടാനുള്ള മോട്ടിവേഷൻ, ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം വല്ലപ്പോഴും വരുന്ന സാധനം. അത് എപ്പോഴും ഈ വന്ന് ഇന്ന് ഞാൻ മുടിപിടാം ഇനി കുറെ അല്ല, അത് വരും പോവും. പക്ഷെ യു നീഡ് ടു ഹാവ് ദ ഇൻട്രസ്റ്റ് ടു ഡു വാട്ട് യു ഡു. ഇല്ലെങ്കിൽ യു വിൽ ഇവൻച്വലി ഷട്ട് ഡൗൺ ദ തിങ്, ആൻഡ് ഇറ്റ്സ് ഓക്കെ. ആൻഡ് I keep telling people, see, it's not for everyone. And it's okay to have a 9 to 5 job. There's nothing shameful about it. In the social media കാണുമ്പോൾ എല്ലാവരും അയ്യേ 9 to 5 എന്ത്. പക്ഷെ I see there's a comfort in that. There's a security in that, stability in that. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ എനിക്ക് തന്നെ there are months when I don't get any collaboration. അപ്പം പാനിക് വരും, ഇനി അടുത്ത മാസം എവിടുന്ന്. ചിലപ്പോൾ some months might be really good, but some months might have nothing happening. അപ്പോൾ you will have panic. Where do I get the next rent? ഇനി അടുത്ത മാസത്തെ എവിടുന്ന് വീഴും. അപ്പം ആ സ്റ്റെബിലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നൗ റൈറ്റ് നൗ ഐ എം ആക്ച്വലി ഗോയിങ് ബാക്ക് ടു വർക്ക്, ബിക്കോസ് ഐ എം ലൈക്ക്, ഓക്കെ, ഐ ഹവ് ബിൻ ഹിയർ ഫോർ എ വൈൽ ആൻഡ് ഐ ഡു ഹാവ് കൊളാബറേഷൻസ് ഹാപ്പനിങ്, ബട്ട് ഇറ്റ്സ് നോട്ട് കൺസിസ്റ്റൻറ്റ് ഇനഫ് ദാറ്റ് ഐ ക്യാൻ എല്ലാ മാസവും കാശ് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഐ വുഡ് തിങ്ക് ഇസ് സെക്യൂർ ഫോർ മീ, സെക്യൂർ ഇനഫ് ഫോർ മീ. അപ്പം ഇപ്പം ഇഫ് ഐ ഹാവ് എ ഫുൾ ടൈം ജോബ്, അതിൻ്റെ കൂടെ ഇത് ചെയ്യുമ്പോൾ ഐ ഫീൽ എ ബിറ്റ് മോർ സെക്യൂർ. ഓക്കെ, വാട്ട് ഈസ് ദ മോസ്റ്റ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓർ കമൻറ്റ് ദറ്റ് യു ഹാഡ് ടു ഫേസ് വിച്ച് ഹസ് ബ്രോട്ട് യു ഡൗൺ? എന്ന് വെച്ചാൽ അത്രയ്ക്കും എഫക്റ്റായ ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? സോ ഐ ആക്ച്വലി ഞാൻ കുറച്ച് പൊളിറ്റിക്കലി സംസാരിക്കുന്ന ആളായിരുന്നു. So for my, and I used to do it in my sustainability page തന്നെ, and I saw a lot of like കുറേ unfollows, like ഒറ്റ അടിക്കുന്ന നമ്മൾ, we always know that there will be people every day unfollow ചെയ്യുന്ന കുറേ പേരുണ്ടാവുമല്ലോ. But when we see like a massive unfollow, you're like, did you do something wrong? Were you wrong in what you did? നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി നമ്മളെ തന്നെ. And then I realized, okay, maybe not because I was wrong, but maybe a lot of people joined my page for sustainability. അപ്പോൾ അവർ പെട്ടെന്ന് മേ ബി അവർ എൻ്റെ ഈ സൈഡ് റെസനേറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ അവർക്ക് ഇത് വേണ്ട. സോ അതുകൊണ്ട് ഐ സ്റ്റാർട്ടഡ് എ ഹോൾ സെപ്പറേറ്റ് പേജ് വിച്ച് ഇസ് മോർ ലൈക്ക് എ ഫെമിനിസ്റ്റ്, പൊളിറ്റിക്കൽ, എല്ലാത്തിനെയും കുറിച്ചും. സോ ഐ എം ലൈക്ക്, ഇവിടെ ശരി, ഇവിടെ ഞാൻ ഇതിനെക്കുറിച്ച് സസ്റ്റൈനബിലിറ്റി ഇതിനെക്കുറിച്ച് മാത്രം പറയാം. പക്ഷെ ഐ വാസ് ലൈക്ക്, ഐ കാൺ നോട്ട് സ്പീക്ക് അബൌട്ട് ദീസ് തിങ്സ്. ഫോർ മീ ആസ് എ പേഴ്സൺ, ഐ എം സംബഡി ഹു ഇസ് വെരി വോക്കൽ. അപ്പം ഈ വോക്കൽ ആയിട്ടുള്ള എനിക്ക് അത് മിണ്ടാണ്ടിരിക്കാൻ പാടാണ്. ഞാൻ വെച്ചാൽ വേണ്ട, വേറൊരു പേജ് അത് ഇപ്പം ഗ്രോ ചെയ്യുന്നോ ഇല്ലയോ ഡസൻറ്റ് മാറ്റർ, ഐ വിൽ ജസ്റ്റ് കീപ് പുട്ടിങ്. അവിടെ എനിക്ക് വേണ്ടപ്പം ഞാൻ ഇടുന്നു, എനിക്ക് വേണ്ട രീതിയിൽ ഇടുന്നു. അവിടെ എനിക്ക് പ്രഷർ ഇല്ല, ഐ ജസ്റ്റ് പുട്ട് ഇറ്റ്, വേണ്ടതുപോലെ ഇടുന്നു, അങ്ങനെയുള്ളൂ. സോ അത് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ the kind of audience that shifted there with me was the niche audience. ഇതില് ബിലീവ് ചെയ്യുന്ന സോൾ, എന്താ പറയുക, എൻ്റെ കോർ കമ്മ്യൂണിറ്റി. ഇവിടുന്ന് കുറേ പേര് അവിടെ വന്നു. അപ്പം അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ വന്നു. ഹൗ ഡു യു ഇങ്ങനെ ഡൗൺ പീരിയഡ്സ് വരുമ്പോൾ, ലൈക്ക് വെൻ യു ആർ റിയലി ലോ ഫ്രം ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ, എങ്ങനെയാണ് തിരിച്ച് ഇതിലേക്ക് വരുന്നത്? വാട്ട് ബ്രിങ്സ് യു ബാക്ക് ടു സോഷ്യൽ മീഡിയ? I feel like I always tell people also, if you're getting into social media and you get a few, say, messages, sometimes it will randomly out of the blue you get a message from a follower saying, you have no idea how much you've changed my life. The things you have changed in me, which I would never have thought of. Be it other sustainability thanne alla, lots of people tell me about their personal issues, what they're facing as a woman, forced to have kids, അങ്ങനെ പല marital issues. അപ്പം
അവർ പറയും when I see or hear how you speak about things, I feel like, oh, I need to stand up for myself. പണ്ട് ഞാൻ ചെയ്യില്ലായിരുന്നു. So I always tell people, ആ മെസ്സേജസ് കിട്ടുന്ന അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഓൺ ഡേയ്സ് വെൻ യു ആർ റിയലി ലോ, വെൻ യു ഫീൽ ലൈക്ക് ഞാൻ എന്തിനാ ചെയ്യുന്നത്, എനിക്ക് ഈ കരച്ചിലും എനിക്ക് ഈ സങ്കടമല്ലാതെ ഞാൻ എന്താ ചെയ്തിട്ട് കാര്യം. I tell people, read those messages. On those days when you feel like there's no point in what you're doing, you feel like ഈ ചെയ്തിട്ട് എനിക്ക് ഒരു സമാധാനമില്ല, എനിക്ക് ഫുൾ നെഗറ്റീവ് ആണ്, ഞാൻ എന്തിനാ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. On those days read those messages, because it may not come on those times. ആ സമയത്ത് ആയിരിക്കത്തില്ല വരിക, because people don't always know what you're going through. But there might be days when randomly out of the blue somebody messages you something beautiful, which makes you feel like this is why I do this. There is a lot of positive that I am bringing to this world, and I need to keep doing it because I am helping others. So I think that helps a lot. Do only sustainable brands come to you, or do random brands which you don't believe in also come to you for collabs? Yes, a lot. കൂടുതൽ വരുന്നത് unsustainable. Recently I had to let go of a collab which would have paid me lakhs. Okay. ബിക്കോസ് ഞാൻ എപ്പോഴും ആദ്യമേ ഒരു കൊളാബറേഷൻ, ഒരു PR കമ്പനി ആരെങ്കിലും വരുമ്പോൾ ഫസ്റ്റ് ഞാൻ പറയും ഞാൻ സസ്റ്റൈനബിലിറ്റി കണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോ ഞാൻ ഐ വർക്ക് വിത്ത് ബ്രാൻഡ്സ് വിച്ച് ആർ സസ്റ്റൈനബിൾ ഓർ ഹു ആർ ഡൂയിങ് സം ഇനീഷ്യേറ്റീവ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഐ വർക്ക്. അപ്പം അതെല്ലാം പറഞ്ഞിട്ടാണ് വി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. അത് കഴിഞ്ഞ് സംസാരിച്ച് അത് ബ്രാൻഡ് ഇസ് ഇൻട്രസ്റ്റഡ്, ഞാൻ എൻ്റെ പേയ്മെന്റ് പറയുന്നു, അവർ ശരി ഓക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോ ഇത് എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് അവരുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയിരിക്കും. ഫേമസ് F&B ബ്രാൻഡാണ്, അപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡ്, വെരി ഫേമസ്. അപ്പം എനിക്ക് പണി കുറവായിരുന്നു ചെയ്യേണ്ട, അവരുടെ ഫേസ് ഓഫ് ഇതായിട്ടാണ് അവർക്ക് വേണ്ടത് തന്നെ. അപ്പൊ ഓക്കെ എനിക്ക് കുറവാണ്, പക്ഷെ നല്ല കാശ് കുറെ നാളത്തേക്ക് അവർക്ക് എൻ്റെ വർക്ക് വേണം. അപ്പം കുറെ കാശും കിട്ടും. എല്ലാം കഴിഞ്ഞ പക്ഷെ ഞാൻ ഓക്കെ വാട്ട് ഈസ് അവരുടെ എന്താണ്, എനിക്ക് ഇതുവരെ പ്രോപ്പർലി നിങ്ങളുടെ ബ്രീഫായിട്ട് ഫുള്ളി കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെയുണ്ട് എന്തൊക്കെയോ പറയുന്നു, പക്ഷെ ബ്രീഫായിട്ട് എന്താണ് അവരുടെ സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവ്? അല്ല അങ്ങനെ ഇനീഷ്യേറ്റീവ് ഒന്നുമില്ല. ഞാൻ പിന്നെ എന്തിനാണ് എന്നോട് ഞാനൊന്നൊരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. ദാറ്റ് ഫസ്റ്റ് തിങ് ഐ സെഡ് ടു ദ ഫസ്റ്റ് പേഴ്സൺ ഹു ടോക്ക് was this is what I do. ഇതുണ്ടെങ്കിലേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ. ഇത്രയും ദിവസം ഞാൻ 5-6 ദിവസം ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തിനാണ്? ഇതൊന്നും ഇല്ലെങ്കിൽ ആദ്യമേ ഞാൻ പറ്റില്ലെന്നങ്ങ് പറഞ്ഞേനെ. എന്റെയും ടൈം വേസ്റ്റ് ചെയ്തു, എന്നെ മോഹിപ്പിച്ചു, ഇത്രയും പൈസ കിട്ടുന്നു എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ വേണോ വേണ്ടയോ. പക്ഷെ ഐ റിയലൈസ് ലൈക്ക് if I lose the trust in my audience, പിന്നെ എൻ്റെ my brand is gone, I'm over. അപ്പോൾ പിന്നെ even if I was going to be able to get a lot of lakhs from that brand, working with them would have lost that trust in my audience. You said like within your family terror rather like you make sure that they all follow your sustainable. How lenient are you with the people, other people in your life, like extended circle, right? I mean ellarum sustainability practices follow cheyathilla, and there might be things you don't agree at all to what they do. Appam എങ്ങനെ, വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? സോ അങ്ങനെ വരുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഈവൻ മൈ ഓൺ ഫാമിലി ഹൂസ് ടെറിഫൈഡ് ഓഫ് മീ, ദേ ഓൾസോ വെൻ ഐ എം നോട്ട് അറൗണ്ട് ദേ ആർ നോട്ട് വെരി സസ്റ്റൈനബിൾ. ഇപ്പം മൈ മദർ ഇസ് വെരി സസ്റ്റൈനബിൾ നൗ. ഷീ പ്രാക്ടീസസ് almost to 85%. She does mostly everything I do, but maybe some things it might not be easy for her. And with my outer circle friends ആണെങ്കിൽ ഇപ്പം ഞാനൊരു കഫേയിൽ പോകുന്നു, and ഇപ്പോൾ കഫേസിൽ എല്ലായിടത്തും they give paper straws. So I take straws for both of us. Okay. നിങ്ങൾക്ക് വേണ്ട ഞാൻ കൊണ്ടുവരാം, ഞാൻ തരാം, ഞാൻ കഴുകിക്കോളാം. റെസ്പോൺസ് എങ്ങനെയാണ്? They usually fine with it because അവർക്ക് ഡിസ്കംഫർട്ട് ഇല്ലല്ലോ. ഞാൻ സ്ട്രോ കൊടുക്കുന്നു, സ്ട്രോ വേണോ, 4 പേരുണ്ടെങ്കിൽ 4 സ്ട്രോ ഞാൻ കൊണ്ടുവരുമായിരിക്കും. സ്ട്രോ വേണോ, സ്ട്രോ എടുക്കും. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ബാത്റൂമിൽ പോയി ഞാനത് കഴുകും. ഐ ഡോണ്ട് എക്സ്പെക്ട് ദം ടു. ഇഫ് ദേ ചൂസ് ടു, ഗുഡ് ഫോർ ദം, ഐ ലെറ്റ് ദം. സം ഓഫ് ദം നൗ അതുകൊണ്ട് അവർ മേടിച്ചു സ്വന്തമായിട്ട് അവർ കൊണ്ടുവരും. ഇപ്പം അവർക്ക് ഞാൻ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. So is there anyone who doesn't want? Lots of them. I mean, doesn't എന്നല്ല, they don't care enough to. Lot of them don't. Lot of them don't care enough to bring the. അവർ ഇപ്പം പറയുന്ന പോലെ അതിനൊക്കെ ഇത്ര വലിയ കാര്യം എന്താ, ഒരു പേപ്പർ സ്ട്രോ പോയി എന്ന് പറഞ്ഞാൽ എന്താ പറ്റുക? ഈ പേപ്പർ സ്ട്രോ എവിടെ നിന്ന് പോകുന്നു, എങ്ങോട്ട് പോകുന്നു, അതെന്ത് നടക്കുന്നു, ആർക്കും അറിയില്ല. സോ റീസെൻ്റ്ലി ഇൻ ബാംഗ്ലൂർ ഐ ഹാവ് 0 waste meetups അവിടെ.
അവിടെ ഞാൻ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ദർ ഇസ് എ ഡ്രൈ വേസ്റ്റ് കളക്ഷൻ സെന്റർ അവിടെ കൊണ്ടുപോയി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് കിഡ്സ് ഓൾസോ. എന്നിട്ട് ഞങ്ങൾ കണ്ടു അവിടെ ആൾക്കാർ എങ്ങനെയാണ് ഈ വരുന്ന ഡ്രൈ വേസ്റ്റിനെ അവർ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം ഡെയിലി നമുക്ക് ഫുഡ് മേടിക്കുന്നുണ്ടല്ലോ ഡബ്ബയിൽ, പകുതി പേരും അതൊന്ന് ക്ലീൻ ചെയ്യാതെയാണ് കളയുന്നത്. ക്ലീൻ ചെയ്യാതെ വന്നാൽ ആര് ക്ലീൻ ചെയ്യുന്നു? ഇത് വെറ്റും ഡ്രൈയും വേസ്റ്റുമാണ്. അത് രണ്ടും മിക്സ് വേസ്റ്റ് ആയ അത് എടുത്ത് ലാൻഡ് ഫില്ലിലേക്ക് പോകുന്നേ ഉള്ളൂ. അതാരും ക്ലീൻ ചെയ്യാനില്ല. അപ്പൊ ഹാൻഡിൽ ചെയ്യുന്ന ആരാ? നമുക്ക് നമ്മുടെ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് വയ്യെങ്കിൽ why you expecting somebody else to handle your waste? നമുക്ക് തന്നെ അറപ്പ് തോന്നും, നമ്മുടെ വേസ്റ്റ് ഇതൊക്കെ ഇനി ഇങ്ങനെ. പക്ഷെ നമ്മുടെ തന്നെ വേസ്റ്റ് ആണിത്, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വയ്യ. പക്ഷെ വി എക്സ്പെക്ട് സംബഡി എൽസ് ടു ഹാൻഡിൽ ഇറ്റ് ഫോർ us. അപ്പം അത് വെൻ യു ഗോ സീ ഹൗ ബാഡ് ദ സ്റ്റേറ്റ് ഇസ്, യു ഗോ സീ ഡ്രൈ വേസ്റ്റ് കളക്ഷൻ സെന്ററിൽ ശരിക്കും എന്തുമാത്രം സാധനങ്ങൾ, എന്താ പറയുക, ഈ പാമ്പേഴ്സ്, ഇത് എന്താ പൂപ്പൊക്കെ വെച്ചുള്ള പാമ്പേഴ്സ്, അതുപോലെ കവറൊന്നും ചെയ്യാതെ എടുത്ത് വരുന്നു. മെൻസ്ട്രൽ പാഡ്സ് ഒന്നും ചെയ്യാതെ. ജസ്റ്റ് ഇമാജിൻ യു ആർ എക്സ്പെക്ടിങ് സംബഡി ടു ഹാൻഡിൽ യുവർ മെഡിക്കൽ വേസ്റ്റ്. അത്രയും ഡിസ്കസ്റ്റിംഗ്. ആൻഡ് ദീസ് ആർ നോട്ട് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത മനുഷ്യരല്ല, ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഫ്രം നല്ല ബാക്ക്ഗ്രൗണ്ട്സ്, നല്ല ജോലി എല്ലാം ഉള്ള വീട്ടിൽ നിന്നാണ് വരുന്നത് കൂടുതലും. ദീസ് ഇറസ്പോൺസിബിൾ വേ ഓഫ് ഡൂയിങ് തിങ്സ്. സോ പീപ്പിൾ have that mindset of ഇപ്പം ഞാനിത് ഇതിപ്പോൾ എവിടെ പോകാനാണ്. when they see that where it goes, what is happening to it, then if we start thinking, ഇപ്പം ഇന്ന് എനിക്കൊരു ഡെലിവറി വരുന്നു, ഇതിൻ്റെ ഞാൻ പാക്കറ്റ് മുറിക്കുന്നു, ആ പാക്കറ്റ് എവിടെ പോകുന്നു? അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തുള്ള പാക്കറ്റ് അതെവിടെ പോകുന്നു? അത് കഴിഞ്ഞ് ഞാൻ ആ സാധനം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതെവിടെ പോകുന്നു? most people do not think of any of that. ഞാൻ വരുന്നു, ഡസ്റ്റ്ബിനിൽ പോകുന്നു, they think it disappears from the dustbin, it just disappears from their mind. എവിടെ പോകുന്നു doesn't bother me, but it goes to, നമുക്കിപ്പോൾ I think വിളപ്പിൽ ശാല ഉണ്ടായിരുന്നു പണ്ട് വരെ, that was our local dump. and അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്, how bad their health was, how bad their state of living was. ഓരോ സിറ്റിയിലും ഉണ്ട് ഈ വിളപ്പിൽ ശാല പോലെ. every city has multiple dump garbage sites. ആ നമ്മൾ എത്ര ദൂരത്തുനിന്ന് അവിടെ നിൽക്കുന്നോ നമുക്ക് സുഖം. പക്ഷെ അവിടെ നിൽക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ ഭയങ്കര പാടാണ്. എന്തൊരു നാറ്റമാണ്. നമുക്ക് വേണ്ട, നമുക്ക് വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ഡംപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് ആ വഴി കൂടെ പോകാൻ പറ്റില്ല, അത്രയും നാറ്റമാണ്. പക്ഷേ വെൻ ദിസ് ബിക്കംസ് എ റെഗുലർ തിങ് ഇൻ യുവർ ഏരിയ, വി കാൻ ഡു എനിത്തിങ്. എന്ത്? ആൻഡ് ദിസ് ഇസ് ഫ്രം നമ്മളെ പോലെ നോർമൽ ആൾക്കാരുടെ വീടുകളിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് വരുന്നതാണ്. സോ വെൻ we stop thinking about this, maybe it's not directly affecting us, but it is indirectly affecting us through climate crisis and everything. അപ്പം I know that ഞാൻ വാ തുറന്നാൽ അടിയാവും. കാരണം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര വോക്കലാണ്. I don't മുഖത്ത് നോക്കി പറയാൻ എനിക്ക് മടിയില്ല. but after a point I either keep quiet or slowly, ഇപ്പം ഇത് ഇത്രയും ചെയ്യാൻ പറ്റില്ലെങ്കിൽ I'm like, okay, what is this friendship? And how about your partner? I mean, you said family ke, I mean, illatha samayam it's difficult for them to follow, right? But your partner is with you throughout, like day in and day out. How aligned is he with your style of living, and how difficult is it for him to adapt to it? So for him, I think it's most of the sustainability part has become a norm for him. Mostly എല്ലാം ഞങ്ങൾ അലൈൻ ചെയ്യാറുണ്ട്. We both don't ബൈ എ ലോട്ട് ഓഫ് സ്നാക്സ്, അങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പം ഞങ്ങൾ വിചാരിക്കും ഓക്കെ കഴിക്കാതിരുന്നാൽ നമുക്കും ഹെൽത്തി വൈസ് കുഴപ്പമില്ല. ആൻഡ് സാധനങ്ങൾ ഇപ്പം ഞങ്ങൾ പോയി അവിടെ സീറോ വേസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് മേടിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോയി അത് സാധനം മേടിക്കുകയൊക്കെ ചെയ്യും. ആൻഡ് ഹി ഓൾസോ എൻജോയ്സ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇഷ്ടമാണ്. അവിടെ മെട്രോയിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും. ഐ നോ എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു ഹാവ് പാർട്ട്നേഴ്സ് ഹു ഹേറ്റ് ദാറ്റ്. നമുക്കിപ്പോൾ കാറും ഉണ്ട് സ്കൂട്ടറും ഒക്കെ ഉണ്ട്, പക്ഷേ വി ഓൾസോ എൻജോയ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇപ്പം വെൻ ഹി ഗോസ് ടു ഓഫീസ് ഹി യൂഷ്വലി ടേക്സ് ഡബ്ബ, എന്നിട്ട് അവിടെ പോയി മറ്റേ ഈ സാലഡ്സ് കിട്ടുന്ന കടകളുണ്ട്, അപ്പോൾ അവിടെ പോയി ആ സാലഡ് എടുത്ത് ഡബ്ബയിൽ, ആൻഡ് ദേ ആർ വെരി ഹാപ്പി, ദ പീപ്പിൾ ദർ ആർ വെരി ഹാപ്പി. ആൻഡ് ഹി ഈസ് ഓൾസോ ലൈക്ക്, എനിക്കിപ്പോൾ ഒരു ഡബ്ബ കൊണ്ടുവന്നു, അത് സ്റ്റൈലിന് വേണമെങ്കിൽ മറ്റേ ബൊറോസിൽ ഗ്ലാസ് ഡബ്ബ ഉണ്ട്, സ്റ്റൈൽ ആയിക്കോട്ടെ. ഹി അലൈൻസ് വിത്ത് ഓൾ ദാറ്റ്. എന്നാൽ ഹീസ് നോട്ട് എ വീഗൻ, ഹീസ് എ ഹാർഡ് കോർ നോൺ വെജിറ്റേറിയൻ. പക്ഷെ അവിടെ വെൻ വി ആർ ഇൻ ബാംഗ്ലൂർ അറ്റ് ഹോം ബോത്ത് ഓഫ് us മോസ്റ്റ്ലി ഈറ്റ് വീഗൻ. കാരണം ഉണ്ടാക്കുന്ന ഫുഡ് വിൽ ബി വീഗൻ. പക്ഷെ ഹി വിൽ വൺസ് ഇൻ എ വൈൽ ഓർഡർ നോൺ വെജിറ്റേറിയൻ ഓർഡർ ചെയ്യുമായിരിക്കും, പുറത്തു പോകുമ്പോൾ ചിലപ്പോൾ കഴിക്കുമായിരിക്കും. പക്ഷെ നാട്ടിൽ വരുമ്പോൾ ഐ സീ ദാറ്റ് ചേഞ്ച്. ഇവിടെ വരുമ്പോൾ ദൈവമേ, വെൻ ഐ സീ ലൈക്ക്
when I see the change in him, because ഇവിടെ peer pressure ഉണ്ട്. So here when I see him, I see that change in him when it comes to how his responses to food. അവിടെ even when he orders, sometimes he orders vegan. He's like, എനിക്ക് അവർ vegan മതി, കുഴപ്പമില്ല. He's happy to eat vegan. We go to vegan cafes there. He's very happy to have vegan food. There's no complaint about vegan food. So he's enjoys vegan food. But ഇവിടെ വരുമ്പം കാരണം everybody else is this. So he's like, ഞാൻ എല്ലാവരും ഉണ്ടാക്കും, മേടിക്കല്ല, ഞാൻ എന്തിനാ മേടിക്കാതിരിക്കുന്നത്. So his consumption of meat increases. So എനിക്ക് ആങ്സൈറ്റിയും വരും. അപ്പോൾ ഞാനിങ്ങനെ സിംപ്ലി പുട്ട്, ഒരു സാധാരണ ഒരു മനുഷ്യൻ who doesn't follow sustainability, who has no background of this or no knowledge of this, ഒരു 5 things that they can practice without making it difficult for them, എന്നുവെച്ചാൽ ഔട്ട് ഓഫ് ദ വേ പോയി ചെയ്യാൻ പറ്റാത്ത ഒരു 5 കാര്യങ്ങൾ എന്തായിരിക്കും? ഫസ്റ്റ് തിങ്, ഒരു ബാഗ് കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ സ്കൂളിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ചുമ്മാ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഹാൻഡ് ബാഗോ ബാക്ക് പാക്കോ എന്തെങ്കിലും യൂഷ്വലി കാണും വർക്കിന് പോവുകയാണെങ്കിൽ, എവിടെ പോവുകയാണെങ്കിൽ. സോ അതിൽ ജസ്റ്റ് കീപ്പ് ഒരു നമ്മുടെ വീട്ടിലിപ്പം ഒരുപാട് ക്ലോത്ത് ബാഗ്സ് ഉണ്ട്, 1 or 2 ക്ലോത്ത് ബാഗ് അവിടെ ഇരിക്കട്ടെ. Whether you are going shopping that day or not, whether you're going shopping, whether you're just going to office and coming back, പക്ഷേ എപ്പോഴും ബാഗിലും, and if you have a vehicle, വെഹിക്കിളിലും വെക്കുക. എപ്പോഴാന്ന് വെച്ചാൽ സ്കൂട്ടർ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, have 1 or 2 in your with you all the time. So if you are going shopping sometime, നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർക്കും, ഇന്ന് ഇപ്പം ദോശമാവില്ല, ഇന്നല്ലെങ്കിൽ വെജിറ്റബിൾസ് മേടിക്കണം, അപ്പോൾ അവിടെ പോയി നമുക്ക് തന്നെ ബാഗ് ഉണ്ടാവും. സോ വി ഡോണ്ട് നീഡ് ടു ആസ്ക് ദം ഫോർ എക്സ്ട്രാ ബാഗ് ആൻഡ് വെറുതെ വേറൊരു ഹാൻഡ് ബാഗ് വീട്ടിലേക്ക് കൊണ്ടുവരണ്ട. സോ ദിസ് ഇസ് സംതിങ് യു കെൻ ഡു ഫോർ ഫ്രീ. ഓൾറെഡി എല്ലാവരുടെയും വീട്ടിലുണ്ട്. അനദർ തിങ് യു കെൻ ഡു ഇസ് ജസ്റ്റ് സിംപ്ലി സേ നോ ടു സ്ട്രോസ്. ഇപ്പം നമുക്ക് ഒരു ജ്യൂസ് കുടിക്കണമെങ്കിൽ സ്ട്രോയുടെ ആവശ്യമില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ വെറുതെ ആ ഗ്ലാസ്സിൽ നിന്ന് ജ്യൂസ് കുടിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പം മറ്റേ നമ്മുടെ എന്താ കരിക്ക് കുടിക്കുമ്പോൾ ഇപ്പം എല്ലായിടത്തും സ്ട്രോ തരും, വേണ്ട, നമുക്ക് ചുമ്മാ എടുത്ത് കുടിക്കാവുന്നതേ ഉള്ളൂ. സോ ഒരു സ്ട്രോ നമ്മൾ മേടിച്ചു കൊണ്ട് വരേണ്ട ആവശ്യമില്ല. കുറേ സ്ഥലത്ത് മോസ്റ്റ് ഓഫ് ദ തിങ്സ് യു കെൻ ജസ്റ്റ് സിംപ്ലി ഡ്രിങ്ക് വിത്തൗട്ട് സ്ട്രോ. അപ്പോൾ ആ സ്ട്രോ വേണ്ട എന്ന് പറഞ്ഞാൽ മതി. അത് വേറെ കൊണ്ടുവരണ്ട, അത് വേറെ ക്ലീൻ ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് സിംപ്ലി സേയിങ് ഐ ഡോണ്ട് വാണ്ട് എ സ്ട്രോ. ആൻഡ് സംടൈംസ് യു വിൽ ഹാവ് ടു ടെൽ ദം ഏർലി. കാരണം ചിലപ്പോൾ അവർ ഇട്ടിട്ടായിരിക്കും തരുന്നത്. ഇട്ടിട്ട് തന്നിട്ട് പിന്നെ കാര്യമില്ല, നമ്മുടെ അടുത്ത് കളഞ്ഞാലും ഇല്ലെങ്കിലും അത് യൂസ്ഡ് ആയി. അപ്പം നേരത്തെ ആദ്യമേ അവർ പറയാം, ചേട്ടാ എനിക്കിത് സ്ട്രോ വേണ്ട, സ്ട്രോ ഇടാതെ തരൂ. അപ്പോൾ അവർ സ്ട്രോ ഇടാതെ തരും. അപ്പം നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? സംതിങ് ആസ് സിമ്പിൾ ആസ് യുവർ ടൂത്ത് ബ്രഷ്. ടൂത്ത് ബ്രഷ് നമ്മൾ എവറി ഡേ യൂസ് ചെയ്യുന്ന സാധനമാണ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മൾ യു ആർ സപ്പോസ് ടു ചേഞ്ച് ഇറ്റ് എവറി 3 months. എത്ര പേര് അത് ചെയ്യുന്നു എനിക്കറിയില്ല, പക്ഷേ ഐഡിയലി എവറി 3 to 4 months യു ആർ സപ്പോസ് ടു ചേഞ്ച് ഇറ്റ്. ആൻഡ് ഇന്ന് നമ്മൾ ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് വി സിംപ്ലി യൂസ്. നമ്മളങ്ങനെ അതിന് ഇതുണ്ടോ ബ്രസ്സിൽ ഇതുണ്ടോ അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ലുക്ക് ഫോർ ഓൾ ദാറ്റ്. ദേ ജസ്റ്റ് വാണ്ട് ടു ബ്രഷ്, ഒന്ന് മര്യാദയ്ക്ക് ക്ലീൻ ആയിരിക്കണം, നമ്മുടെ ടീത്ത് ക്ലീൻ ആവണം എന്നുള്ളത്. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ദ സസ്റ്റൈനബിലിറ്റി, അന്ന് a bamboo toothbrush used to cost like 200-250 rupees. ഇന്ന് 30-40 രൂപയ്ക്കും കിട്ടും. ഡിഫറെൻറ്റ് സ്റ്റൈല് വേണോ അതിനും കിട്ടും, കൂടുതൽ സോഫ്റ്റ് വേണോ ബ്രിസിൽസ് അതും കിട്ടും. അങ്ങനെ പല സ്റ്റൈല്, കളർ പല ഇതിലും കിട്ടും, പല റേഞ്ചസിലും കിട്ടും, പ്രൈസ് റേഞ്ചിലും കിട്ടും. സോ ഐ ആസ്ക് പീപ്പിൾ, can you check that? It's not something that you always think too much about, but it's a very simple everyday product that you use, and it doesn't take a lot of. ഇപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാലും കാണും, ഒരു ബാംബൂ ടൂത്ത് ബ്രഷ് ചോദിച്ചാൽ കാണും. പണ്ടൊന്നും ഇല്ലായിരുന്നു. സോ ഇന്ന് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ക്യാൻ ചേഞ്ച് വെരി ഈസിലി. ആൻഡ് ഫോർ വിമൻ ഐ ടെൽ മോർ ദൻ എനിത്തിങ് എൽസ്, മോർ ദൻ വേറെ ഞാൻ പറഞ്ഞ ഒന്നും ചെയ്തില്ലെങ്കിൽ, ഐ ടെൽ വിമൻ ദ ബിഗ്ഗസ്റ്റ് ചേഞ്ച് ദേ ക്യാൻ ബ്രിങ് ടു ദെയർ ലൈഫ് ഇസ് ടു ചേഞ്ച് ദെയർ മെൻസ്ട്രുവേഷൻ, ഹൗ ദേ consume the products they use for their menstruation. I've always been a menstrual cup person, because not just for waste inde idu maatralla, the comfort of using it, the and the freedom of adine kuറിച്ച് ആലോചിക്കുന്ന. And I've even known people who've reduced their cramps because cups use ചെയ്തിട്ട് cramps reduce ചെയ്തിട്ട് പോയിട്ടുണ്ടെന്നല്ല, reduce ചെയ്തിട്ടുണ്ട്. And the thing that is that ആ blood വരുന്നതിൻ്റെ അത് മറന്നു പോകും. You forget that you have periods. കാരണം
ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ബ്ലഡ് കാണുന്നില്ല, പുറത്ത് വരുന്നില്ല. സോ ദ കംഫർട്ട് ഓഫ് ഇറ്റ്. സ്വിമ്മിങ്ങിന് പോകണോ, എന്ത് ആക്ടിവിറ്റീസിന് പോകണോ, യു ഡോണ്ട് ഹാവ് ടു കീപ് തിങ്കിങ് ഓ ഷിറ്റ് എനിക്ക് ബാത്റൂമിൽ പോകണം പെട്ടെന്ന്. യു ക്യാൻ കീപ് ഇറ്റ് ഫോർ 10 to 12 hours. അപ്പോൾ 2 ദിവസത്തെ 2 പ്രാവശ്യം മാറ്റിയാൽ മതി. കളഞ്ഞ ഇത് ഊരി ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി. Or sometimes if people say I'm scared, എല്ലാവർക്കും അത് maybe it's not for everyone. So I'll say അങ്ങനെയാണെങ്കിൽ ഇന്ന് പീരിയഡ് പാൻറ്റീസ് ഉണ്ട്. That's very convenient. Very very convenient. കുറച്ച് ഇനീഷ്യലി കത്തിയാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. It's not cheap. Maybe in another 5 years it might become very cheap. Because in the menstrual cups are very cheap. It's not very expensive. But അത് പറ്റില്ലെങ്കിൽ ഐ ടെൽ പീപ്പിൾ യൂസ് പീരിയഡ് പാൻറ്റീസ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. അതങ്ങ് കഴുകി പിന്നെ ഇടുക, മാറ്റുക, കഴുകുക. ഒരു 2 എണ്ണം ഒരു ദിവസം മതി. ഒരു 2 എണ്ണം ഒരു ദിവസം ഉണ്ടെങ്കിൽ യു ക്യാൻ കംഫർട്ടബിളി ഗോ ആൻഡ് ബി ഫൈൻ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചേഞ്ചസ് ദാറ്റ് ആസ് എ വുമൻ. കാരണം നമ്മൾ വെൻ യു ലുക്ക് അറ്റ് അവർ മെൻസ്ട്രൽ സൈക്കിൾസ് ഓവർ അവർ ലൈഫ് ടൈം വി ആർ കൺസ്യൂമിങ് thousands of ഈ കളയുന്ന പാഡ്സ്. thousands എന്ന് പറഞ്ഞാൽ 10,000 13,000 ആണ് നമ്മുടെ ലൈഫ് സൈക്കിളിൽ നമ്മൾ കളയുന്ന പാഡ്സ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ഓൾസോ. ചിലപ്പോൾ ചിലവർക്ക് അത്രയും ഫ്ലോ ഇല്ല, സോ ദ പീരിയഡ്സ് മൈറ്റ് എൻഡ് ഫാസ്റ്റ്. ബട്ട് ലോട്ട് ഓഫ് പീപ്പിൾ കുറേ നേരം കാണും, പെട്ടെന്ന് മാറ്റണം. അങ്ങനെ വരുമ്പോൾ ദ നമ്പർ ഓഫ് വേസ്റ്റ് ദറ്റ് യു ക്രിയേറ്റ് ഇൻക്രീസസ് എ ലോട്ട്. സോ ഐ ടെൽ പീപ്പിൾ വേറെ ഒന്നും മാറ്റിയില്ലെങ്കിൽ ട്രസ്റ്റ് മീ, യു ചേഞ്ച് ദിസ്, യു വിൽ സീ ദ വേസ്റ്റ് കുറയുന്നത്. ആൻഡ് ഇത് ഈ പേപ്പറിൽ പൊതിഞ്ഞ് എവിടെ എടുത്ത് ഇടുന്നു, എവിടെ കൊണ്ട് കളയും, ഇതൊന്നും മൈൻഡ് ആ ടെൻഷൻ ഡിസപ്പിയേഴ്സ്. ആൻഡ് ഇറ്റ്സ് ആ പീസ് ഓഫ് മൈൻഡ്. ആൻഡ് എവ്രി വൺ ഹു ഐ നോ ഹൂസ് ചേഞ്ച് ടു കപ്പിലേക്ക് മാറ്റിയ എവ്രിബഡി ഞാനിത് എന്താ നേരത്തെ ചെയ്യാത്തത്, വൈ ഡിഡ്ന്റ് ഐ സ്വിച്ച് ബിഫോർ. സംടൈംസ് ഐ ഹാവ് ടു ലൈക്ക് കുറച്ച് പ്രഷർ ഇടണം, ലൈക്ക് ട്രസ്റ്റ് മീ, ജസ്റ്റ് ട്രസ്റ്റ് മീ ബ്രോ, അല്ലെങ്കിൽ ട്രസ്റ്റ് മീ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പറയണം. വെറുതെ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ട്രസ്റ്റ് മീ, ഐ നോ ഇറ്റ് ഇസ് സ്കേറി, ഇറ്റ് ഇസ് കുറച്ച് പേടി വരും നമ്മൾ ഇട്ട് കഴിഞ്ഞ് എങ്ങനെ തിരിച്ചു വരുന്നില്ലെങ്കിൽ. അതല്ല, ഐ സേ ഇറ്റ് ഹാപ്പൻസ് ടു എവ്രി വൺ. ബട്ട് ഇറ്റ് ടേക്സ് എ വൈൽ. ഒരു 2 സൈക്കിൾസ്. ചിലപ്പോൾ ലീക്ക് വരും. അപ്പോൾ ഞാൻ പറയും ലീക്ക് വരുന്നെങ്കിൽ ആ ലീക്ക് വരുന്ന പേടി ഉണ്ടെങ്കിൽ പാഡ് ഇട്ടോളൂ, കുഴപ്പമില്ല. ജസ്റ്റ് ആ ഒരു സമയത്തേ ഉള്ളൂ, ലാസ്റ്റ് ഒരു 2 സൈക്കിളിനും കൂടി ഇട്ടോളൂ, ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വരെ. ബട്ട് ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചേഞ്ചസ് ഐ ഫീൽ എവറി വുമൻ ഷുഡ് മേക്ക്. ആൻഡ് ഈവൻ ദാറ്റ് കിഡ്സ്, ഇന്ന് പിള്ളേർക്കും ഓക്കെ, ഐ നോ കിഡ്സ് ഹൂ, ഞാൻ എൻ്റെ ഫസ്റ്റ് എവർ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള സെഷൻ വാസ് ഇൻ ട്രിവാൻഡ്രം ഇൻ 2019. അന്ന് ഐ റിമെമ്പർ എ school girl coming with her dad for this workshop. I was so happy to see that. ഒരു അച്ഛൻ മോളെയും കൊണ്ട്, സ്കൂൾ കിഡ്. അന്ന് സ്കൂൾ കിഡ് എന്ന് പറയുമ്പോൾ കപ്സ് എന്ന് പറയുന്നത് അയ്യോ അതൊന്നും പറ്റില്ല, അയ്യോ അതൊക്കെ അങ്ങനെയൊന്നും പിള്ളേർക്കൊന്നും പറ്റില്ല, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ കോൺസെപ്റ്റ്. I saw a young child with her dad who came and was very excited about it, and the dad was very very happy to know about it. I was like, this is the future generation. This is what I want. This is the generation who is going to change the dynamics of things. And എനിക്കറിയാം ഇപ്പോഴും ഐ നോ മദേഴ്സ് who like അല്ലേ കപ്പൊക്കെ എൻ്റെ മോൾക്ക് എന്നാൽ ശരി ഫൈൻ, വേണ്ടെങ്കിൽ വേണ്ട, യൂസ് യുവർ പീരിയഡ് പാൻറ്റീസ്, അത് കൺവീനിയൻ്റ് ആണ്, അത് മതി, അത് യൂസ് ചെയ്താലും മതി. സോ ദിസ് ഇസ് സംതിങ് ഐ ടെൽ ഈവൻ ഫോർ യങ് കിഡ്സ് who are in their teenage, who are just starting out their periods, to start using this. Because അപ്പോൾ when the life starts with this, it becomes so much easier for them. നമ്മൾ ഈ കഷ്ടപ്പെട്ട പാടും ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. Because they thankfully are born into a time when there are so many good options out there. Maybe in the next coming years there might be easier options. വരുമായിരിക്കും. So this is one of the biggest options I tell people. ഇത് മാറ്റണം. This is something I say, no matter what, even if it costs you a little more, please invest in it. It's something you will change your life for good. What is the one thing ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ചെയ്ത സാധനം എന്താണ് ഫോർ സസ്റ്റൈനബിലിറ്റി? എക്സ്ട്രീം ആയിട്ട് ചെയ്ത, ഓക്കെ. സോ ഐ വെന്റ് ഫോർ there was this vegan forest festival happening in Orville, Pondicherry. So this happens every year in February second weekend. Second weekend they have this vegan forest festival nu parna, lots of vegans മാത്രമല്ല, lot of nominee vegans come. And it's a free event where you have to come with tent അവിടെ അവർക്ക് സ്ഥലമുണ്ട്, അപ്പോൾ ടെന്റ് വെച്ച് അവിടെ കെട്ടി കിടക്കാം. ഓർ യു കെൻ ടേക്ക് എ റൂം ഇൻ ഔട്ട്സൈഡ് സം ഏതെങ്കിലും ഹോസ്റ്റലോ എവിടെയെങ്കിലും.
And അത് മാത്രം you manage, everything else is free. Food free ആണ്, events, and I used to be a speaker in those events. അവിടെ പോയി they'll have people who are vegans coming and speaking in various topics. ഇപ്പൊ ഞാൻ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക, somebody else will talk about something else. ഇപ്പൊ various topics, യോഗ, അങ്ങനെ പല പല ഇത് കാണും ഒരു ദിവസം തന്നെ. So അവിടെ they have a system where the toilet over there is not the normal toilet. It's a bio toilet. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പീ ചെയ്യുന്നത് വിൽ ബി ഇൻ എ നോർമൽ ഒരു മറ്റേ എന്താ പറയുക നമ്മുടെ വെസ്റ്റേൺ ടോയ്ലറ്റ് പോലെ ആയിരിക്കും പീ ചെയ്യുന്നത്. ബട്ട് ദ പൂപ്പിംഗ് പാർട്ട് ദേ യൂസ് ടു ഹാവ് എ ഇന്ത്യൻ ടോയ്ലറ്റ്. എന്ന് വെച്ചാൽ ഇത് വിൽ ബി ഓപ്പൺ, ഇതിൽ ഡോർ ഇട്ട് മുകളിലൊന്നും ഉണ്ടാവത്തില്ല, ഇറ്റ് വിൽ ബി ഓപ്പൺ സംടൈംസ്. There are some toilets which are closed also. അപ്പം you'll go, both the western and the Indian toilet will be in the same either. Adime you'll go pee in the say western toilet. And if you want to poop, you go to the Indian toilet, you poop, and then there is vellalla people idunnu. So they have a either of sawdust. Sawdust avada side la oru drum il kanum. So after you clean, you can go back to the western toilet and clean yourself with water and everything, and then to the poop you add like either of sawdust to it, and you cover the whole thing, and it go taade oru velli idilarikkum poi kadakkunna. We won't be able to see or anything. So you will just throw the thing into that, and then you go. Then the next person comes, continues. And then last year when I went, they had this session where avada afforestation plant cheyan, trees plant cheyan poyapom they were using compost. And this compost is human compost. It's not നമ്മുടെ manure, നമ്മുടെ food waste in the compost alla. This is actual human compost. And it takes longer to compost than manure. Manure takes like 45 to 60 days full manure ആവാൻ വേണ്ടി compost ആണ്. This takes up to a year. എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷത്തെ മേ ബി ഇതുപോലെ വന്ന ഇവന്റിന് വന്ന ആൾക്കാരുടെ പൂപ്പും സോഡസ്റ്റും കമ്പോസ്റ്റായി and it smells just like manure. You ആദ്യം ഇത് പറഞ്ഞില്ലെങ്കിൽ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞില്ലെങ്കിൽ ആരും അറിയത്ത പോലും ഇല്ല. It smells like earth. നമ്മുടെ earth പോലെ തന്നെ. But this was the manure they use. And this is ആൾക്കാർക്ക് ആദ്യമേ അവിടെ പോകുമ്പോൾ ഇത് എന്താണ്, it's when you start doing it, it feels like okay, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് എന്താ നമ്മൾ പോയി ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട്, നമ്മളല്ലാതെ വെസ്റ്റേൺ ടോയ്ലറ്റ് പോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു the whole system, which a lot of people found very icky. But it felt normal for me. I'm like okay, കുറച്ച് getting used to എടുക്കും. But it felt like oh, this is giving everything back to the nature. And you're using that compost for planting trees and composting them avada. So which is very very weird but a very new thing that I practiced there. So ഈ സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസസ് ഒക്കെ നമുക്ക് ഐ തിങ്ക് അതൊരു ചൈൽഡ്ഹുഡിൽ തന്നെ കൊണ്ടുവരേണ്ട കുറേ കാര്യങ്ങളാണ്. സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു, വി ക്യാൻ ഹെൽപ്പ് എ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ് ഫ്രം എ യങ് ഏജ് ടു ബി സസ്റ്റൈനബിൾ? എന്തായിരിക്കും കുട്ടികളുടെ പഠിപ്പിക്കാൻ പറ്റുന്നത് about sustainability? I think they are way more receptive to this, much more than adults. Adults are made in their ways. They are molded, they don't want to change. അവർക്ക് എനിക്കിതാണ് അറിയുന്നത്, എനിക്ക് ഇതിൻ്റെ അപ്പുറം മാറണ്ട, എനിക്ക് എന്തിനു മാറണം, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കാശുണ്ട്, എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യിപ്പിക്കാം. But the kids are more, അവർ നോക്കുമ്പം എൻ്റെ ഫ്യൂച്ചറാണ്, എനിക്കത് പ്രശ്നം വരാം. And they are very much more concerned about nature. I will always say, unfortunately when I see kids today, they have less contact with nature. They're more on their phones. ഇന്നിപ്പോൾ എല്ലാവർക്കും ഫോൺ കാണും, കളിക്കാൻ ഇതുണ്ട്, കുറേ ഡിവൈസസ് കാണും. So they're always inside the house doing things. I will say that parents should try and get them more outside. And വെറുതെ ഇത് മാത്രമല്ല, take them to parks. Let them വെറുതെ ചപ്പലില്ലാതെ ഓടട്ടെ, ചാടട്ടെ, വീഴട്ടെ. അതൊക്കെ കളിക്കുമ്പോൾ തന്നെ they get a more connection to nature. ഈ ആൾക്കാർക്ക് ഇപ്പോൾ ഐ സി പേരൻസ് ലൈക്ക് എന്തെങ്കിലും ഒരു പൂച്ചി വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ അയ്യോ കള അല്ല, ലെറ്റ് ദം എക്സ്പ്ലോർ. കിഡ്സ് ആർ വെരി വെരി curious, they're very curious beings. Let them explore, don't stop them. I see a lot of parents like പട്ടി അത് കടിക്കും. You are molding that next human. Let them figure, they know very well. When you know you need to protect, you can step in, but
let them figure it out. Don't correct them. Don't tell them ഇങ്ങനെയാണ് അങ്ങനെയാണ് അല്ല അവർ figure out ചെയ്യും. And that I've seen the kind of knowledge that brings to these young children is insane. എന്ന് വെച്ചാൽ അവർ ഈ സാധനം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അതെന്തുകൊണ്ടാണ് അങ്ങനെ അപ്പം then you also start having to explain. അപ്പം അവർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും അതെന്തിനാ അവിടെ കളയുന്നത് ആ അങ്കിൾ ഇതേ അവിടെ കളഞ്ഞല്ലോ അതെന്തിനാ അത് ചീത്തയല്ലേ. They start questioning the adults more. They're like അല്ല എന്നും ഞാനൊന്ന് കണ്ടല്ലോ എവിടെയല്ലോ ഡസ്റ്റ്ബിൻ ഇല്ല അവിടെ ഇട്ടൂടെ എന്തിനാ ഇവിടെ ഇടുന്നത്. They start questioning their own parents and they start changing their parents. And I feel ഇതുപോലെ സ്കൂൾസിൽ ഇഫ് യങ് കിഡ്സിന് ആയിക്കോട്ടെ സ്കൂൾസിൽ ഇഫ് പീപ്പിൾ ലൈക്ക് മീ ഗോ ആൻഡ് ടോക്ക് അബൌട്ട് ദീസ് തിങ്സ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ടൂത്ത് ബ്രഷ് ആയിക്കോട്ടെ അപ്പോൾ അവർ പോയി അച്ഛ എന്നോട് ടീച്ചർ എന്ന് പറഞ്ഞല്ലോ ഇത് ഈ സാധനം ചീത്തയാണ് ഇത് കളയുമ്പോൾ എവിടെയെങ്കിലും പോകുന്നത് ഇങ്ങനെയാണ് അത് പറ്റില്ല എനിക്ക് ഇത് മതി. They will force their parents to do these things and they will be like ഞാൻ ഡബ്ബ കൊണ്ട് I had a kid who came for the Zero is meetup. I think she was 10 and now she is forcing her mom when they go out they'll carry a dabba. The kid is carrying the dabba like illa ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഡബ്ബ കൊണ്ടു. So they are forcing their parents to change their mind. So I feel more than parents older generation I think we should concentrate more on the younger generations on schools. I feel that is where the change lies. They, I feel, are the change makers of the coming years. A lot of people are set in their ways. They don't want to change. And they don't care about what is happening to their own kids' generation. Most of them are ignorant about it and oblivious to that. And they're like, oh, അതൊക്കെ നമ്മളൊക്കെ ജീവിച്ചു പോയില്ലേ നമ്മൾ ഇത്രയും നാളും ജീവിച്ചില്ല അതുപോലെ അവരങ്ങ് ജീവിച്ചു. They don't see that ഇപ്പം പണ്ടത്തെ ഇത്രയും വർഷത്തെ ചേഞ്ച് അല്ല. ഇൻ ദ ലാസ്റ്റ് 10 years the kind of climate crisis that we faced is not what we faced in the last 50 years. It's very പെട്ടെന്ന് ഇപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ എല്ലാ വർഷവും ലാൻഡ് സ്ലൈഡ്സ് ആർ ഹാപ്പനിങ് all around the country, all around the world. Floods are happening all around the world. The intensity of crises, natural disasters is increasing. And people are not realizing നമ്മുടെ വീട്ടിൽ വരുന്നവരെ ആരും അത് കെയർ ചെയ്യില്ല. But അതിന് പകരം I feel like we need to nourish the younger generation. അവരെ പഠിപ്പിക്കുക because they want that change. They want it because they see this is their future. അവരുടെ ഫ്യൂച്ചറിൽ ഇപ്പം പണ്ട് നമുക്ക് ശംഖുമുഖം ബീച്ച് ഇപ്പം എന്തുണ്ട് അവിടെ. I remember when I was a child going there and enjoying the beach. ഇപ്പം ഒന്നും ഇല്ല പിള്ളേർക്ക് അവിടെ എൻജോയ് അതെല്ലാം അകത്ത് വന്നു. This is the changes that we're seeing in just 20-30 years. അപ്പം അവർക്ക് ഇനിയും പോകുമ്പം ചിലപ്പം പാർക്സ് ഉണ്ടാവില്ല മരങ്ങൾ ഉണ്ടാവില്ല. ഇതൊക്കെ എന്താ മരമോ അതെന്താ സാധനമോ എന്ന് ചോദിക്കുന്ന ഒരു ജനറേഷൻ വരും. വി ഡോണ്ട് വാണ്ട് ദാറ്റ്. ആൻഡ് ഐ തിങ്ക് ദ ഇന്നത്തെ കിഡ്സ് ജനറേഷൻ ഇഫ് വി ടെൽ ദം ദറ്റ് ഇത് ശരിയാണോ അത് തെറ്റാണോ അത് മാറ്റാൻ പറ്റുമോ ദേ ആർ വെരി resilient and they want that change and they might force their parents to make the change. So I always say concentrate on the younger generation. Social media you can only reach the older generation. True. How would you like to reach the younger generation? I think we need to hold workshops in schools, in societies. ഇപ്പോൾ ഞാൻ പണ്ട് നിന്ന സൊസൈറ്റിയിൽ ഐ ട്രൈഡ് ഹാവിങ് ഇതുപോലെ കുറച്ച് പേര് സൊസൈറ്റിയിൽ അവർ കുറച്ച് പിള്ളേരെ കൊണ്ടുവന്നു ടു ടോക്ക് ദം ആസ്ക് ദം വാട്ട് ഡു യു തിങ്ക് ആർ ദ തിങ്സ് ദാറ്റ് യു കെൻ ചേഞ്ച് അങ്ങനെ. അപ്പം ഐ ഫീൽ വി നീഡ് ടു ഗോ ടു സ്കൂൾസ് മോർ ബിക്കോസ് അവിടെയാണല്ലോ കുട്ടികളുള്ളത് ആൻഡ് ഓഫ് വേരിയസ് ഏജ് ഗ്രൂപ്പ്സ് ആൻഡ് ദ വേ യു അഡ്രസ് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫോർ വേരിയസ് ഏജ് ഗ്രൂപ്പ്സ്. ഐ ഹവ് ഡൺ a workshop, online workshop on fashion with small children. Small kids, നമ്മൾ വിചാരിക്കും എന്താണ് ഇവർക്ക് ഫാഷനെ കുറിച്ച്, ബട്ട് there are some small things they know that they will like ഞാൻ ഈ ഇതെന്തിനാ കോട്ടനാ ശരിയാണല്ലോ കോട്ടൺ അല്ലേ ബെറ്റർ മറ്റേതാ എനിക്ക് ചൂടെടുക്കും അത്ര കംഫർട്ടബിൾ അല്ല. സോ there are things that we think they won't understand, but if we explain it at their level, say ഒരു 5 വയസ്സുള്ള കുട്ടിയോട് പറയുന്ന രീതിയിലല്ല ഞാനൊരു 10-13 വയസ്സുള്ള ഒരാളോട് പറയുക, or it will be different to a 15-16-17-year-old person. So I feel we need to address at different levels. More people need to go to schools, to even play schools. Play schools ആയിക്കോട്ടെ, കൊച്ചു പിള്ളേരായിക്കോട്ടെ, 4-5 വയസ്സ്, അവർക്കും there are things that they can do that you can tell them അവരുടെ ലാംഗ്വേജിൽ, അവരുടെ ഇപ്പം കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ഒന്നും അല്ല, അവരുടെ ലാംഗ്വേജിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുക. അപ്പം ഈവൻ they can bring changes. So in every level we need to go to schools, to colleges. കോളേജസിൽ അവർക്ക് കൂടുതൽ സ്പിരിറ്റ് വരും.
ഞങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾ തകർക്കുന്നത്. സോ ദേ വിൽ ബി മോർ ലൈക്ക് ആ ഒരു സ്പിരിറ്റ് കൂടുതലായിരിക്കും കോളേജസിൽ. സോ ഐ ഫീൽ എവറി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് മാൻഡേറ്റ്ലി സ്റ്റാർട്ട് ഹാവിങ് വർക്ക്ഷോപ്സ് ഇൻ എല്ലാ വർഷവും പല പല ഏജ് ഗ്രൂപ്പ്സിന്. ഇപ്പോൾ 1ാം ക്ലാസ്സിലൊരു സെഷൻ, 2ാം ക്ലാസ്സിലൊരു സെഷൻ, ഓൾ ഓർ മേ ബി 1, 2, 3 ഒരു സെഷൻ, 4, 5, 6 ഒരു സെഷൻ, അങ്ങനെ ദേ ഷുഡ് ഹാവ് workshops for kids on these topics. Various topics. Adupam sustainability is a huge topic. You can't have it in just 1 hour. So you may have to have about one topic in that. Maybe composting ഒരു topic. Maybe അങ്ങനെ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പം they'll get aware and they'll force their adults to change. So I feel we need to address them outside of social media. Social media, what is your goal going forward as a sustainability advocate? Where would you like to reach, in this space? So for me right now I concentrate on thrifting. But actually in Trivandrum തന്നെ I've started a thrifting community on WhatsApp. ഇവിടെ തന്നെ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ I have a Facebook page also for free cycling. Do you know what free cycling is? So it's for giving away things that you don't use for free. ഇപ്പോൾ പൈസ എനിക്ക് മെനക്കെടാൻ വയ്യ, ഇനി ഇതിന് എത്ര വയസ്സ് എനിക്ക് അറിയില്ല, ഇതെനിക്കിപ്പോൾ അതിന് മെനക്കെടാൻ വയ്യ, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി, സംബഡി എൽസ് കൻ യൂസ് ഇറ്റ്, അപ്പോൾ ഗിവ് അവേ ചെയ്യുന്നത്. സോ there's a community for that. There's a WhatsApp group also for selling also. Some things you like, ഞാനിത് പൈസ കൊടുത്ത് മേടിച്ചതാ, എനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനൊന്നും വയ്യ. So people are open to doing that. And when you create those communities, the consumption of products reduces because you see good use of products that are already available. ഇപ്പം ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഇത് വാസ് മൈ ഫ്രണ്ട്സ് ടോപ്പ്, അവൾക്കത് ചേരുന്നില്ല, ഇത് ഇത് ചെയ്തു, അപ്പോൾ ഷീ ഗേവ് ഇറ്റ് ടു മീ. ലൈക്ക് ഓക്കെ, ആൻഡ് ഷീ ഹാസ് ദ ഫ്രീഡം ടു ഗിവ് ഇറ്റ് ടു മീ. ഷീ ഡസൻ ഹാവ് ടു തിങ്ക് അവൾ എന്ത് വിചാരിക്കും. ഷീ നോസ് എനിക്ക് തന്നാൽ ഐ വിൽ ബി ഹാപ്പി. ഈ ജീൻസ് ഞാൻ അവിടെ ബാംഗ്ലൂരിൽ ഒരു കുട്ടി എൻ്റെ ഈ വൺ ഓഫ് ദ ഗ്രൂപ്പ്സ് ദെയർ ദാറ്റ് ഐ ഹാവ് അതിലിട്ടിരുന്നു. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി ട്രൈ ചെയ്തു, കറക്റ്റ് ആണെന്ന് ഇട്ടു, എടുത്തോണ്ട് വന്നു. സോ ഐ ഗോട്ട് ഇറ്റ് ലൈക്ക് ഇതേതോ സാറയുടെ ഏതിൻ്റെയോ ബ്രാൻഡിൻ്റെയാണ്, ബട്ട് ഐ ഗോട്ട് ഇറ്റ് ഫോർ 400 rupees. നല്ല ക്വാളിറ്റി. ഇറ്റ് വാസ് ജസ്റ്റ് നോട്ട് ഫിറ്റിംഗ് ഹെർ ഓർ ഇറ്റ് വാസ് ടു ടൈറ്റ് ഓർ ലൂസ് ഫോർ ദാറ്റ് പേഴ്സൺ. പക്ഷെ എനിക്ക് കറക്റ്റ് ആണ്, എനിക്ക് കംഫർട്ടബിളി യൂസ് ചെയ്യാം. സോ ഐ എം സേവിങ് മണി ആൻഡ് ഐ എം ഓൾസോ റെഡ്യൂസിങ് മൈ ഓൺ കൺസംഷൻ ഓഫ് ന്യൂ പ്രോഡക്ട്സ് എവറി നൗ ആൻഡ് ദെൻ. അപ്പം മൈ ഡ്രീം നൗ ഇസ് ടു make that more what is common in India, because നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് hand me down culture ഉണ്ട്, but only within families. We don't take it from strangers. We like അയ്യ അത് എത്ര ക്വാളിറ്റിയാ എനിക്ക് അറിയില്ല. ബട്ട് ഇപ്പം നമ്മളൊരു ഷോറൂമിൽ പോകുന്നു, മേടിക്കുന്നു, അവിടെ എത്ര പേര് ഇട്ടതെന്ന് നമുക്കറിയില്ല, അത് കഴുകിയിട്ടുണ്ടോ ഇല്ല. വി ബ്രിങ് ഇറ്റ് ഹോം, വാഷ് ഇറ്റ് ആൻഡ് വെയർ ഇറ്റ് മോസ്റ്റ്ലി. അപ്പം അവിടെ എത്ര പേര് ട്രയൽ റൂമിൽ അതേ നമ്മളിട്ട അതേ സാധനം എത്ര പേര് ഇട്ടിരിക്കുന്നത് നമുക്കറിയില്ല, എങ്ങനെ ഇടുന്നു നമുക്കറിയില്ല. പക്ഷെ വി ആർ ഓപ്പൺ ടു ബൈയിങ് ദാറ്റ് ആൻഡ് ബ്രിങ് ഇറ്റ് ടേക്കിംഗ് ഇറ്റ് ഹോം. നമ്മൾ സരോജിനി മാർക്കറ്റ് അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റ്സിൽ പോകുന്നു, അവിടെ എന്ത് ക്വാളിറ്റിയാണെന്ന് നമുക്കറിയില്ല. വി ആർ ഓപ്പൺ ടു ബ്രിങ്ങിങ് ഇറ്റ് ഹോം. So it's the same, and usually in thrifting communities people will make sure that it's clean, and they'll wash and clean it and send it, so that avarku ellarku oru basic idu ariya. So they'll usually it'll be cleaner than what you buy online or from stores that you get. So I want to make that more common so that mass over consumption. Ippa nokkiyalum people buy things every month. പണ്ടൊക്കെ നമ്മൾ തുണി മേടിക്കാന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ അല്ലെങ്കിൽ 1-2 ഫെസ്റ്റിവൽസ്, ത്രൈസ് എ ഇയർ ആയിരിക്കും നമ്മൾ മാക്സിമം പുതിയ തുണി മേടിക്കുന്നു. ഇന്ന് എല്ലാ മാസം ആൾക്കാരും മേടിക്കും, ബോറടിക്കുമ്പോൾ മേടിക്കും. ഐ എം ബോർഡ് ഓഫ് ദിസ്, ഐ ബൈ സംതിങ് ന്യൂ. സോ ഐ വാണ്ട് ടു നോർമലൈസ് ദിസ് thrifting community and someday have a store here where people can buy. Trivandrum, Bangalore ഒക്കെ already ഉണ്ട്. So I want to bring that culture someday to Trivandrum. When I'm ready to come back here, I want to make a ഫിസിക്കൽ സ്റ്റോർ. കാരണം ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ വന്നൊന്ന് ട്രൈ ചെയ്യുക, ഇന്നിട്ട് നോക്കുക, ചേരുന്നുണ്ടോ, ശരിയാണോ. ബീറ്റ് തുണി മാത്രമല്ല, ബീറ്റ് പ്രോഡക്ട്സ്, വീട്ടിലേക്കുള്ള സാധനങ്ങൾ, വലിയ പ്രോഡക്റ്റ്. ഫോർ ദാറ്റ് യു നീഡ് എ ബിഗ് ഗോ ഡൗൺ വേണം. അതിനുള്ളതൊന്നും നമുക്ക് കാശ് ഉണ്ടാവുമോ അറിയില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി സംഡേ ടു ബ്രിങ് എ സ്റ്റോർ ടു Trivandrum. ദാറ്റ് ഇസ് മൈ ഹോൾ ഹോപ്പ് സംഡേ. അത് എന്നാവും എന്നറിയില്ല, ബട്ട് ഐ എം വർക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്. Last words, how sustainable is sustainability? How sustainable is sustainability? I don't think there's
an alternative for us. Yeah. I think we need to try our best. എപ്പോഴും നടക്കണമെന്നില്ല. I'm not saying that I don't buy anything in plastic. It's not, the system is built in a way that most of the things that you need are available in plastic. Okay. And I've talked to brands also. For them, അവർക്ക് കുറേ നാൾ നിൽക്കണമല്ലോ, സാധനം നിൽക്കണമെങ്കിൽ everything is not easily possible for them also to transfer into a sustainable സാധനം. So I feel like we as citizens have power in demanding what we want for sustainability. ഇപ്പം നമ്മുടെ കാശാണ് ബ്രാൻഡ്സിനെ റിച്ച് ആക്കുന്ന, അവരുടെ everything that we are buying is what is building them up. When we demand what we want, changes will happen. But I'm hoping that when more of us demand, more of us start saying, എനിക്കത് വേണ്ട, എനിക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെ പറയുമ്പോൾ I think that will come up. And I don't think we have a choice of not choosing to be sustainable. I don't think it's a choice. I think it's a necessity. And I'm just hoping more people realize it's a necessity. Coming forward, ഇനിയിപ്പോൾ അടുത്ത ഇനി ഒരു ഫ്ലഡ് വരുന്ന എന്താ നമുക്ക് പറയാൻ ഒക്കില്ല. വി ആർ സീയിങ് ഇൻ ഹിമാചൽ. ഇപ്പം നമുക്ക് ഹിമാചലിൽ പോകാൻ പേടിയാണ്. കാരണം എപ്പോഴാണ് ഒരു ലാൻഡ് സ്ലൈഡ് അവിടെ വരിക. നമ്മൾ ചിലപ്പോൾ പോകുന്ന ഒരു വെക്കേഷൻ ടൈം അവിടെ പോകുന്നു. വി ഡോണ്ട് നോ ഇഫ് യു ആർ കമ്മിങ് ബാക്ക് അലൈവ്. വി ഡോണ്ട് നോ. It's happening in many parts of the country. So we are scared of any. ഇപ്പോൾ ഇവിടെ എപ്പോഴാണ് വരുന്നത്, ബോംബെയിൽ എപ്പോഴാണ് വരുന്നത്, ചെന്നൈയിൽ, ബാംഗ്ലൂർ എപ്പോഴാണ് വരുന്നത് അറിയില്ല. So I feel it's not a question of should we. I think it's a question of how much should we. But I think everybody should do their part. പറ്റുന്ന അത്രയും ചെയ്യുക, and every day try and be better at that. You do your best and you try and be vocal about it. I feel conversations are very important. Have conversations, don't fight. Fight ചെയ്ത് അവർ കേൾക്കത്തില്ല. I've had that phase where എന്തോ നിങ്ങൾക്ക് മനസ്സിലാവത്ത, ഇതൊന്നും നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലേ. But it doesn't work. They will not listen to you if you are അങ്ങോട്ട് പുഷ് ചെയ്ത് ഫോഴ്സ് ചെയ്യാൻ നോക്കിയാൽ. They'll only listen when they see the difference through what you're doing. When they see, oh, ഇത് വലിയ പാടില്ലല്ലോ എന്ന് കാണുമ്പോൾ they will slowly change. നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന നടക്കില്ല. But have conversations. Why do you not do it? ചോദിക്കുക. Do you think it's hard to ഇപ്പം എന്തൊരു ഇത് നമ്മുടെ സ്ട്രോ, ശരി നിങ്ങൾക്ക് മേടിക്കാൻ എന്തുകൊണ്ടാണ്, ശരി ഐ വിൽ ഗിഫ്റ്റ് ഇറ്റ് ടു യു ഫോർ യുവർ ബർത്ത്ഡേ നീഡ്സ്, എങ്കിൽ കൊണ്ടുപോകും, വിൽ യു ടേക്ക് ഇറ്റ് ആഫ്റ്റർ ദാറ്റ്. അങ്ങനെ സംസാരിക്കുക. വൈ, വാട്ട് ഇസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ഡൂയിങ് ഇറ്റ്? എന്താ ചമ്മലാണോ? ഇസ് ഇറ്റ് എംബാരസ്മെന്റ് വാട്ട് പീപ്പിൾ വിൽ തിങ്ക്? വാട്ട് ഇസ് the underlying cause of you not doing something? So I feel having conversations is very important. Because sometimes people are just not, they don't know why. Sometimes it's just because they don't have the knowledge. So sometimes you talking to a person about it might make them change their perspective. So I think sustainability ഒരു ഓപ്ഷൻ അല്ല. I think it must be a part of everybody's household, our life. And adin etra level depends on what you're comfortable with. But if we care about our future, our kids' future, there is no avoiding this at all. Thank you so much for coming to our podcast. It was wonderful talking to you. So see you in the next episode.